ഹായ് ഓൾ വെൽക്കം ടു ടോസ് അക്കാഡമി. ഈ കഴിഞ്ഞ സെറ്റ് ബോട്ടണി എക്സാം അറ്റൻഡ് ചെയ്തവരാണോ നിങ്ങൾ? അത്യാവശ്യം ഡിഫിക്കൾട്ട് ആയിരുന്നല്ലേ കഴിഞ്ഞ സെറ്റ് ബോട്ടണി എക്സാം? ഫെബ്രുവരി 2025 എക്സാം കമ്പയർ ചെയ്ത് നോക്കിയാൽ എത്ര ഈസി ആയിരുന്നു അത്രയും തന്നെ ഡിഫിക്കൾട്ട് ആയിരുന്നു ലാസ്റ്റ് എക്സാം. ധാരാളം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, മോസ്റ്റ്ലി കറന്റ് സിനാറിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസും കൂടെ ദിസ് ടൈം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ, ടോസ് അക്കാഡമിയുടെ ഫ്രീ പബ്ലിക് റിവിഷൻ ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് ഫെബ്രുവരി 2026 ആസ് ദിസ് എക്സാം വാസ് ഡിഫിക്കൾട്ട്, അടുത്ത എക്സാം ഈസി ആകും. ഓക്കെ, നൗ ഈ കഴിഞ്ഞ ബോട്ടണി സെറ്റ് എക്സാമിന്റെ ആൻസർ കീയിൽ, LBSന്റെ ആൻസർ കീയിൽ വന്ന കുറച്ച് റോങ് ആൻസേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാം. ആൻഡ് അതിന്റെ കറക്റ്റ് ആൻസറും സൊല്യൂഷനും ഏതാണെന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ഈ ആൻസേഴ്സ് ചലഞ്ച് ചെയ്യാൻ നോക്കണം. കാരണം 1 മാർക്ക് എക്സ്ട്രാ കിട്ടിയാൽ നിങ്ങൾക്ക് സ്കോർ ഇൻക്രീസ് ആകും ആൻഡ് ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസും കൂടും. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, ഏതാണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് ഡിസ്കസ് ചെയ്യാം. ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട് എയിലെ 28ാമത്തെ ക്വസ്റ്റ്യനും പാർട്ട് ബിയിലെ 88ാമത്തെ ക്വസ്റ്റ്യനുമാണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ലിങ്ക് ടു പൊല്യൂഷൻ ഫ്രം ഇന്ത്യൻ സ്റ്റേറ്റ്. ആദ്യത്തത്, fluoride contamination is exceeded the permissible limit. High risk states are Rajasthan, Haryana, Karnataka, Andhra Pradesh and Telangana. Baba Atomic Research Center study recorded that uranium concentration up to 60 microgram per liter in drinking water are safe, suggesting that the recently formulated more stringent national standard of 30 microliter could be counterproductive. Uranium concentration exceeding 100 parts per billion in Rajasthan and Punjab. Microplastics are plastic particles smaller than 5 microM, are associated with serious health risks, especially for women, including genetic, respiratory and developmental issues. ഇവിടെ ഓപ്ഷൻ എയിൽ 2ഉം 3ഉം ആണ് കറക്റ്റ്. ഓപ്ഷൻ ബിയിൽ 1 മാത്രമേ കറക്റ്റ് ഉള്ളൂ. ഓപ്ഷൻ സി 1 and 2 only and ഓപ്ഷൻ ഡി 1, 2 and 3 are correct. അപ്പൊ നമുക്ക് ഇവിടെ ഇന്ത്യൻ സ്റ്റേറ്റ്സിലുള്ള പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. LBSന്റെ ആൻസർ കീയിൽ തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ 1 and 2 മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. ശരിക്കും 1, 2 and 3 are correct. അപ്പൊ ഇവിടെ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് മൈക്രോ പ്ലാസ്റ്റിക് ആർ പ്ലാസ്റ്റിക് ദാറ്റ് ആർ സ്മോളർ ദാൻ 5 micrometer are associated with serious health risks, especially for women, including genetic, respiratory and developmental issues. നമുക്ക് ഇതിന്റെ ആൻസറും സൊല്യൂഷനും ചെക്ക് ചെയ്യാം. So according to LBS, ഈ fluoride contamination is exceeded the permissible limit. Higher risk states are Rajasthan, Haryana, Karnataka, Andhra Pradesh and Telangana എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതിന്റെ പ്രൂഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊരു ആർട്ടിക്കിളിൽ നിന്നുള്ളതാണ്. നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. The question is correct. Here you can see fluoride concentration exceed the permissible limit in major concern in Rajasthan, Haryana, Karnataka and Andhra Pradesh. ഇത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് LBSന്റെ ആൻസർ കീയിലും ഇത് കറക്റ്റ് ആയിട്ട് തന്നെയാണ് തന്നിട്ടുള്ളത്. ആൻഡ് ഇഫ് യു വാണ്ട് ടു റീഡ്, അപ്പൊ ഇവിടെ ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആർട്ടിക്കിളിന്റെ ലിങ്ക് ആണ്. അടുത്ത ഓപ്ഷൻ, അതായത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. That is Baba Atomic Research Center study recovered that uranium concentration up to 60 microgram per liter in drinking water is safe. അതും ഇവിടെ കറക്റ്റ് ആയിട്ടാണ് LBSന്റെ ആൻസർ കീയിൽ തന്നിട്ടുള്ളത്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇവിടെ ഈ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിലും ഉണ്ട്. അത് നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ വായിക്കാം. അടുത്തത് സ്റ്റേറ്റ്മെന്റ് 3 ആണ്. മൈക്രോപ്ലാസ്റ്റിക് ആർ plastic particle smaller than 5 micrometer and are associated with serious health risks, especially for women, including genetic, respiratory and developmental issues. നമുക്കറിയാം മൈക്രോപ്ലാസ്റ്റിക് ബേസിക്കലി വുമൻസിൽ ജനറ്റിക്, റെസ്പിറേറ്ററി ആൻഡ് ഡെവലപ്മെന്റൽ ഇഷ്യൂസ് കോസ് ചെയ്യും. ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് പാർട്ടിക്കിൾ സൈസ് ഓഫ് മൈക്രോപ്ലാസ്റ്റിക് ആണ്. വെറുതെ റാൻഡം ആയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 5 millimeter എന്നാണ് മൈക്രോപ്ലാസ്റ്റിക്കിന്റെ സൈസ് കിട്ടുന്നത്. ബട്ട് മൈക്രോപ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാവ് വേരിങ് സൈസ്. ദാറ്റ് ഇസ് 1 micrometer to 5 millimeter ലെങ്ത് ആണ് മൈക്രോപ്ലാസ്റ്റിക്കിന്റെ സൈസ് ആയിട്ട് വരുന്നത്. ഹിയർ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് പറയാം. കാരണം ഇറ്റ് ക്യാൻ ബി സ്മോളർ ദാൻ
5 മൈക്രോമീറ്റർ ആൻഡ് അപ് ടു 5 മില്ലിമീറ്റർ സൈസ് വരാൻ ചാൻസ് ഉണ്ട്. ഇത് ദ പൊട്ടൻഷ്യൽ ഇമ്പാക്ട് ഓഫ് നാനോ ആൻഡ് മൈക്രോ പ്ലാസ്റ്റിക് ഓൺ ഹ്യൂമൻ ഹെൽത്ത്, അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ ഹെൽത്ത് റിസ്ക് എന്ന് പറയുന്ന നമ്മുടെ എൽസെവിയറിൽ പബ്ലിഷ് ചെയ്ത ഒരു റിസർച്ച് ആർട്ടിക്കിളിന്റെ പ്രൂഫാണ്. അതിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് 1, 2 ആൻഡ് 3 ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാൻ നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ എക്സാം ഡിഫിക്കൾട്ട് ആയിരുന്നു. ആൻഡ് വരാനിരിക്കുന്ന എക്സാം, അതായത് ജാനുവരി ഫെബ്രുവരി സെക്ഷൻ എക്സാം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈസി ആയിരിക്കും. കാരണം അതാണ് ഒരു ജനറൽ പാറ്റേൺ. ഒരു ഡിഫിക്കൾട്ട് എക്സാം ആണെങ്കിൽ അടുത്ത എക്സാം ഈസി ആയിരിക്കും. എല്ലാവരും വരാനിരിക്കുന്ന സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് നമ്മുടെ ടൂസ് അക്കാഡമിയിൽ അടുത്ത സെറ്റ് ബാച്ചിന്റെ ക്ലാസ്സുകൾ ഓഗസ്റ്റ് 29 തുടങ്ങി സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ടൂസ് അക്കാഡമിയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ HSST എക്സാം അടുത്ത വർഷം ഉണ്ടായിരിക്കും, അതായത് 2026 ഉണ്ടാകും. സോ HSSTക്ക് അപ്ലൈ ചെയ്യണം എന്നാണെങ്കിൽ സെറ്റ് എന്തായാലും മാൻഡേറ്ററി ആണ്. അപ്പൊ എല്ലാവരും സെറ്റിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മുടെ അടുത്ത സെറ്റ് എക്സാം, സെറ്റ് ബാച്ച് എന്ന് പറയുന്നത് ഒരു HSST സെറ്റ് ബ്രിഡ്ജ് കോഴ്സ് എന്ന രീതിയിലാണ്. സെറ്റിന്റെ കൂടെ തന്നെ HSST പ്രിപ്പയർ ചെയ്യാൻ ഉള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ബാച്ച്. എല്ലാവർക്കും ആ ഒരു ബാച്ചിനെ പറ്റിയുള്ള ഇൻഫോർമേഷന് വേണ്ടിയിട്ട് ടോസ് അക്കാഡമിനെ കോൺടാക്ട് ചെയ്യാം. ആൻഡ് എല്ലാവരും ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനും ചലഞ്ച് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫ്രം ടോസ് അക്കാഡമി.